കാത്തിരിപ്പുകൾക്കും ഒരുക്കങ്ങൾക്കും ഒടുവിൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു വിഷുപ്പുലരി. പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർക്ക് വിഷുവാശംസകൾ. വറുതിയുടെ കർക്കടകത്തെ അകറ്റി നിർത്താൻ ഐശ്വര്യത്തിന്റെ കണി കണ്ടും കൈനീട്ടം വാങ്ങി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ പുണ്യദിനം പുതുവർഷത്തിന്റെ പ്രതീക്ഷകളാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറയ്ക്കുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ തന്നെ കണിദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല എന്നിവിടങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ നടന്ന കണി ദർശനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് കൃഷ്ണരൂപം കണി കണ്ട് സായുജ്യമണഞ്ഞത്. ഐശ്വര്യത്തിന്റെ പ്രതീകമായ കണിക്കൊന്ന പൂക്കളും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും ഓട്ടുരുളിയിൽ അടുക്കി വെച്ച് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് കണിയൊരുക്കിയത്. പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കണ്ണുപൊത്തി കണിക്ക് മുന്നിലെത്തി പ്രിയപ്പെട്ട ഭഗവാനെ കണ്ടുണർന്നതോടെ ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യവും തങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഓരോ മലയാളിയും. കണി കണ്ടതിന് പിന്നാലെ മുതിർന്നവർ പ്രായഭേദമന്യേ എല്ലാവർക്കും കൈനീട്ടം നൽകുന്ന ചടങ്ങും വീടുകളിൽ ആവേശം നിറച്ചിട്ടുണ്ട്. നാണയത്തുട്ടുകൾക്കൊപ്പം പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹം കൂടി ചേരുന്നതോടെ കൈനീട്ടം സ്നേഹത്തിന്റെ കൈമാറ്റമായി മാറുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പടക്കം പൊട്ടിച്ചും കുട്ടികൾ വിഷു ആഘോഷം അതിമനോഹരമാക്കി. വിഷുസദ്യയാണ് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം. ഉപ്പേരിയും പപ്പടവും പായസവും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഓരോ വീടുകളിലും നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മാമ്പഴപ്പുളിശ്ശേരിയും വിഷുക്കട്ടയും വിഷുക്കഞ്ഞിയും ചിലയിടങ്ങളിൽ പ്രധാന വിഭവങ്ങളായി ഇടം പിടിക്കുന്നുണ്ട്. വിപണികളിൽ ഇന്നലെ മുതൽ എന്നല്ല, കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ വിഷുവിനായുള്ള ഒരുക്കമാണ്. വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത്. കോഴിക്കോട് മിഠായി തെരുവിലും എറണാകുളം ബ്രോഡ്വേയിലും തിരുവനന്തപുരം ചാല മാർക്കറ്റിലും വിഷുവിനോടനുബന്ധിച്ച് വൻ ജനത്തിരക്കാണ് ദൃശ്യമായത്. പച്ചക്കറികൾക്കും വസ്ത്രങ്ങൾക്കും സ്വർണത്തിനുമെല്ലാം വലിയ വിപണിയാണ് വിഷുക്കാലം നൽകിയത്. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഷു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുതുക്കുന്ന ഈ ദിനത്തിൽ പലയിടങ്ങളിലും വിഷു കൈക്കോട്ട് ചാല് കർമ്മവും നടന്നു. കൃഷിപ്പണികൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങ് വരും വർഷം മികച്ച വിളവ് ലഭിക്കാനുള്ള പ്രാർത്ഥന കൂടിയാണ്. ഇത്തവണ വേനൽച്ചൂട് കടുത്തതാണെങ്കിലും മലയാളികളുടെ ആഘോഷ പൊലിമയ്ക്ക് അതൊന്നും തടസ്സമായില്ല. വടക്കൻ കേരളത്തിൽ വിഷുപക്ഷിയുടെ പാട്ടിനായി കാതോർക്കുന്ന പഴയ തലമുറയുടെ ഓർമ്മകളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സോഷ്യൽ മീഡിയയിലും വിഷു ആശംസകളുടെ പ്രവാഹം തന്നെയാണ്. ഗൾഫ് നാടുകളിലും പ്രവാസി മലയാളികൾ വിപുലമായ രീതിയിൽ വിഷു ആഘോഷിക്കുന്നുണ്ട്. ജോലി തിരക്കുകൾക്കിടയിലും തനിമ ചോരാതെ കണിയൊരുക്കിയും സദ്യയുണ്ടും പ്രവാസ ലോകവും കേരളീയത നെഞ്ചേറ്റുന്നു. വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ദുരിതങ്ങൾ അകന്ന ഐശ്വര്യവും സമാധാനവും നിറഞ്ഞൊരു നല്ല കാലത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. വിവേചനങ്ങളില്ലാത്ത സ്നേഹവും സാഹോദര്യവും പുലരുന്നൊരു നല്ല നാളേക്കായുള്ള പ്രത്യാശയാണ് വിഷുക്കാലം നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ട മറുനാടൻ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷു ആഘോഷിക്കുക, കുടുംബങ്ങളിൽ ഒത്തുചേരുക, വിഷുസദ്യയൊക്കെ കഴിക്കുക. ഇന്നത്തെ ദിവസം കളറാവട്ടെ.